ക്യാമറ എവിടെയാ? അമ്പാടിക്ക് പോണാ ചൂച്ചു വണ്ടിയില് നമുക്ക് പോവാലേ? ഹലോ എവ്രിവൺ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ടാറ്റാ. ഓക്കെ. ഹലോ എവ്രിവൺ. അപ്പം നമ്മൾ രാവിലെ തന്നെ കുളിച്ചത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അമ്പലത്തിലോട്ടാണ് കേട്ടോ. അപ്പം കാലത്ത് ഒരു 6 മണിക്ക് ഞാൻ എഴുന്നേറ്റു. അക്ഷു പറഞ്ഞു ഏതാണ്ട് ഒരു 5 മണിക്കെങ്ങാണ്ട് അവിടെ ഉറക്കി കിട്ടിയെന്ന്. കാരണം വീടും സ്ഥലമൊക്കെ മാറിയല്ലോ. അപ്പോൾ പോകാനുള്ള എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണോ എന്നറിയില്ല, 35 മണിക്കെങ്ങാണ്ട് എഴുന്നേറ്റ് അങ്ങോട്ടും കൂടി നടപ്പായിരുന്നു പോലും. അങ്ങനെ ഒരു 6 മണിക്ക് ഞാൻ എഴുന്നേറ്റ് പിന്നെ പതുക്കെ എൻ്റെ അടുത്ത് എഴുന്നേറ്റ് വരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞിരുന്നു. പല്ല് തേപ്പും പരിപാടികളൊക്കെ കഴിഞ്ഞു, കുളിക്കാനൊക്കെ പോയി. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ലാസ്റ്റ് ഒരു 8 മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞാണ്. ഫൈനലി നമ്മൾ ഒരു 8:30 ആയിട്ടോ. 8 മണി പറഞ്ഞാലാണ് 8:30 എത്തുള്ളൂ. അങ്ങനെ കറക്റ്റ് ഒരു 8:30 ആകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്ക് മാഹിന്ന് ഡീസലൊക്കെ അടിച്ചു. എന്നിട്ട് കുഞ്ഞു വാവേനെ നേരെ ബേക്കിലോട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ അപ്പൂസിനെ കേട്ടോ. അത് കണ്ടേ പിന്നെ നമ്മുടെ അമ്പാടി പതുക്കെ പുറകിലോട്ട് വലിഞ്ഞു കേട്ടോ. നമ്മുടെ വമ്പാടിക്കാണെങ്കിൽ 4 വയസ്സാവാൻ പോകുന്നു. നമ്മുടെ അപ്പൂസിനാണെങ്കിൽ 2.25 വയസ്സ് കഴിയുന്നു കേട്ടോ. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും രാവിലെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലും കഴിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഫൈനലി ഇന്നിപ്പം ഞായറാഴ്ചയാണ് കേട്ടോ. ഡിസംബർ 15-ാം തീയതിയാണ് നമ്മൾ പറശ്ശിനിക്കടവ് അമ്പലത്തിലോട്ട് പോകുന്നത്. സൺഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് കുറേ ഷോപ്പുകളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ തലശ്ശേരി എത്തിയ പിന്നെ അവിടെയുള്ള പാരീസ് ഹോട്ടലിൽ പോയിട്ട് അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫൈനലി ഒരു 10:45 പറശ്ശിനിക്കടവ് അമ്പലത്തിൻ്റെ ആ ഒരു പാർക്കിങ്ങിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏട്ടൻ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഞങ്ങളിത് നടന്നിങ്ങനെ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്ന് പോവാണ് കേട്ടോ. പോകുമ്പോഴത്തേനും കണ്ണുകളൊക്കെ ഈ ഷോപ്പിലോട്ടാണ് കേട്ടോ. കാരണം കളർഫുൾ സാധനങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ട് പതുക്കെ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഇന്ന് ഒട്ടും പ്രതീക്ഷയില്ല ഇത്രയും തിരക്കുണ്ടാവുന്നു. സൺഡേ ആണെന്ന് അറിയാം, എന്നാൽ ഇത്രയ്ക്കങ്ങ് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അക്ഷു ഞാൻ എന്തൊക്കെയോ കിന്നാരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഏട്ടനും അരുണേട്ടനും കൂടെ മുന്നിൽ കുഞ്ഞു വാവകളെ എടുത്ത് പോകുന്നുണ്ട്. ഞങ്ങളിങ്ങനെ കൈയും പിടിച്ച് കഥയൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് കേട്ടോ.
അപ്പൂസേ, എൻ്റെ ഒരു ചെറുപ്പകാലം മുതലേ ഞാൻ ഈ ഒരു ക്ഷേത്രത്തിൽ വരാറുണ്ട്, അച്ഛനൊപ്പം അമ്മേനൊപ്പം. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അജേട്ടനും അമ്പാടിക്കും ഒപ്പം ഒക്കെ തന്നെ വരാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് അക്ഷുവിനൊപ്പം വരുന്നത് കേട്ടോ. ഒരുപാട് സന്തോഷമായി വിത്ത് ഫാമിലി ആയിട്ട് ഇവിടെ വന്നു ചേരാൻ പറ്റിയതിൽ. പിന്നെ അക്ഷു ഒരു തവണ കണ്ട് ഈ ഒരു ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ കോളേജിൽ പഠിക്കുമ്പം എൻ്റെ നമ്മുടെ ഫ്രണ്ടായിട്ടുള്ള തുളുവിനൊപ്പമൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അന്നങ്ങോട്ട് പറഞ്ഞു തോന്നും, അല്ലെങ്കിൽ എന്താ സംഭവിച്ചെന്നറിയില്ല. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ കെട്ടിയതൊപ്പം ഈ ഒരു ക്ഷേത്രത്തിൽ വരും എന്നുള്ളത് അവൾ മുന്നങ്ങാണ്ട് പറഞ്ഞു തോന്നും കേട്ടോ. അതൊക്കെ മാനിച്ച് നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്, ഒട്ടും പ്ലാൻഡ് അല്ല, പ്രതീക്ഷിച്ചതേ ഇല്ല. കാരണം എനിക്ക് ഡ്യൂട്ടിയും കാര്യങ്ങളും ഹോസ്പിറ്റലൊക്കെ പോകുന്ന കാരണം ലീവ് കിട്ടുമെന്നോ, പെട്ടെന്നൊരു ദിവസം അവളിങ്ങനെ ക്ഷേത്രത്തിൽ പോകണം, നമുക്ക് മീറ്റ് ചെയ്യാം എന്നുള്ള കാര്യം അവതരിപ്പിച്ച്. അപ്പോൾ എനിക്ക് ലീവ് കിട്ടുമോ എന്നുള്ളതൊന്നും അറിയത്തില്ല. അപ്പോൾ എല്ലാം ഒത്തു വന്നപ്പോൾ ഷട്ടപ്പെട്ടേന്നായിരുന്നു കാര്യങ്ങൾ കേട്ടോ. അങ്ങനെ പെട്ടെന്ന് വന്നതായിരുന്നു, അതുകൊണ്ട് ഒട്ടും പ്ലാൻഡും കാര്യങ്ങളൊന്നുമല്ല. അങ്ങനെ ഫൈനലി നമ്മളിതാ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞങ്ങളിതാ കാലൊക്കെ കഴുകി ബോട്ട് കാണാം. അമ്പാടി കാറ് വാങ്ങാനുള്ള പൈസ എവിടെ? അമ്പാടി കാറ് വാങ്ങാനുള്ള പൈസ എവിടെ? കാറ് വാങ്ങാനുള്ള പൈസ എവിടെ? ഇതാ അങ്ങനെ കാലൊക്കെ കഴുകി നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ, അതായത് വടപ്പുരയ്ക്കുള്ളിൽ കയറി മുത്തപ്പനെ തൊഴുതു. പ്രസാദമായിട്ട് നമുക്കൊരു ഭസ്മാണ് കേട്ടോ കിട്ടുന്നത്. അതൊക്കെ തൊട്ടു. അതിനുശേഷം കുറച്ച് സമയം നമ്മൾ അവിടെ ഇരുന്നു കേട്ടോ. അങ്ങനെ നല്ല തിരക്കായിരുന്നു. അവിടെ നിന്ന് ഫോട്ടോസും ചെറുതായിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് അമ്പാടി ഒരു 5 രൂപയുടെ നോട്ടും കൈ പിടിച്ചിട്ട് ഒച്ചപ്പാടും ബഹളവും തന്നെ. കാറ് വേണം, വണ്ടി മേടിക്കണം എന്നും പറഞ്ഞ് ഒച്ചപ്പാടായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് അതൊക്കെ മേടിക്കാം മോനെ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിലും അവൻ്റെ ആ ഒരു ഞരക്കവും മൂളലും മാറിയിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മളിതാ പ്രസാദം കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല തിരക്കായിരുന്നു. മണ്ഡലകാലമൊക്കെ ആയതുകൊണ്ട് സ്വാമിമാർ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ ലേഡീസ് ആണെങ്കിൽ ഈ ഒരു താഴത്തെ പോർഷനും ജെൻസൊക്കെ ആണെങ്കിൽ മുകളിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവർക്ക് സീറ്റ് കേട്ടോ. അപ്പം മുത്തപ്പൻ്റെ പ്രസാദമായിട്ട് തേങ്ങാപ്പൂളും അതേപോലെ മൺപയറുമാണ്. അങ്ങനെ ഞങ്ങളിത് ആസ്വദിച്ച് കഴിക്കുകയാണ്. പിന്നെ അടിപൊളി പാൽ ചായ ഒക്കെ കിട്ടും. പിന്നെ ഞാൻ ചായ കഴിക്കാത്ത കാരണം ഞാൻ ഈ മൺപയറിലും അതേപോലെ തേങ്ങാപ്പൂളിലും കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അക്ഷു ആണെങ്കിൽ ചായയൊക്കെ മേടിച്ചു, അതൊക്കെ കുടിച്ചു. പിന്നെ കുറച്ച് അവൾ പ്രസാദം കയ്യിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്പാടിക്ക് അതിനിടയ്ക്ക് കാറ് വേണമെന്ന് പറഞ്ഞ് ഒച്ചപ്പാടാക്കി. പിന്നെ ഗൂഗിൾ പേ ആയിരുന്നു ഉള്ളത്. ആക്ച്വലി കയ്യിൽ ക്യാഷ് കരുതിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ലാസ്റ്റ്
വേറൊരു ചേച്ചീനെ തപ്പിപ്പിടിച്ച് അവർക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ട് ആ പൈസ ആ ചേട്ടന് കൊടുക്കുമായിരുന്നു കേട്ടോ. കാരണം കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് ചേച്ചീൻ്റെ അടുത്ത് നിന്ന് ഒരു 100 രൂപ എങ്ങാണ്ട് മേടിച്ചിട്ട് അവർക്ക് കാറിന് പൈസയും കൊടുത്തു. ലാസ്റ്റ് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു. ഇട്ടോക്കുന്നത് വെച്ചോക്കത്. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്കാണെങ്കിൽ കാണുന്ന ഷോപ്പിലൊക്കെ കയറിയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്യായിരുന്നു കേട്ടോ. ഞാനൊരു കുഞ്ഞി മിറർ എടുത്തു കേട്ടോ, അതായത് ചേട്ടൻ്റെ കയ്യിലുള്ളത് അതെടുത്തു. പിന്നെ എനിക്കും അക്ഷുവിനും സെയിം കമ്മലെടുത്തു. ഞാൻ അത്ര ഹാങ് ചെയ്യുന്ന കമ്മലൊന്നും ഇടാറില്ല, പക്ഷേ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടു, ഒരു സിൽവറിൻ്റെ ടൈപ്പ്. അങ്ങനെ ഞങ്ങൾ അതെടുത്തു. പിന്നെ ഞാൻ എന്തായിരുന്നു, പിന്നെ അക്ഷു ഒരു ബാഗ് മേടിച്ചു കേട്ടോ, അത് മേടിക്കാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ ഞാനും ഒരു സെയിം വേറെ കളറിലുള്ള ഒരു ബാഗ് മേടിച്ചു. പിന്നെ ഈ ഒരു ബുദ്ധൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ അതിങ്ങനെ നോക്കുമായിരുന്നു. ഏതാണ്ട് 200 എങ്ങാണ്ടാണ് പറഞ്ഞത്, പക്ഷേ എനിക്ക് മേടിക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെയോ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്പാടിക്ക് ഒരു കുഞ്ഞു മോതിരം വേണമെന്ന് പറഞ്ഞിട്ട് മുത്തപ്പൻ്റെ കുഞ്ഞു മോതിരം മേടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് 2 പേർക്കും കാറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ കൊണ്ടുള്ള കളിയായിരുന്നു കേട്ടോ അവർ. അമ്പാടി ഊതി കാണിച്ചെടുക്കേ. ഹായ്, അതൊക്കെ കൈയല്ലേ മുണ്ടെല്ലാം തലതി ഇരിഞ്ഞു പോയി. ഓ ഒന്നെനിക്ക് വാങ്ങടി. പക്ഷെ ഇതുവരെ വാങ്ങിയിട്ടില്ല. അങ്ങനെ കുഞ്ഞ് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ മടങ്ങാനുണ്ടായത്. നമ്മുടെ പുഴയുടെ ഭാഗത്തോട്ട് അങ്ങോട്ടേക്ക് പോകണമൊക്കെ കരുതിയാണ് കേട്ടോ. നട്ടുച്ച സമയം നല്ല പൊരിഞ്ഞ വെയിലാണ്. ഈ മക്കളൊക്കെ എടുത്ത് കുറച്ച് ടാസ്ക്കാണ്. ബോട്ടിങ്ങിൽ പോകണമെന്ന് കരുതിയാണ്, ബോട്ടിങ്ങിന് പോകാനായിട്ട്. പക്ഷെ പ്ലാൻ ചെയ്തായിരുന്നു ചെറിയ രീതിയിൽ, പക്ഷെ നടന്നില്ല ഗൈസ്. കാരണം നല്ല വെയിലും ടാസ്ക്കാണ് മക്കളെ എടുത്തിട്ട്. പിന്നെ ആണെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം അവിടുന്ന് കഴിക്കണം, മുത്തപ്പൻ്റെ ഭക്ഷണം കഴിക്കണം എന്ന് കരുതിയാണ്. പക്ഷേ ഒടുക്കത്തെ തിരക്കെന്ന് വെച്ചാൽ ഒടുക്കത്തെ തിരക്കാണ്. ആ ഭാഗത്തോട്ടൊന്നും നമുക്ക് ഈ മക്കളെ എടുത്തിട്ട് ക്യൂ നിൽക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതും വലിയ ടാസ്ക്കാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് മടങ്ങി പോകുന്ന വഴിക്ക് നമ്മളിതാ മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലോട്ട് പോവുകയാണ്. അപ്പോൾ അപ്പൂസ് അവിടുന്ന് വണ്ടിയിൽ നിന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഡ്രസ്സിലൊക്കെ മറിഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ പുറകിൽ കറിയിട്ടിട്ടുണ്ട്. അത് ഏതാണ്ട് വെയിലത്ത് ഉണങ്ങി വന്നിട്ടുണ്ട്. അത്രയും നല്ല തട്ടുച്ച നല്ല പൊട്ടുന്ന വെയിലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ ചെറിയ ടിക്കറ്റൊക്കെ എടുത്തു. അങ്ങനെ ഡ്രൈവിംഗ് ബീച്ചിലോട്ട് പോവാണ്. നല്ല പൊരിഞ്ഞ വെയിലാണ് ഗൈസ്. പുറത്തിറങ്ങണം എന്നുണ്ട്, പക്ഷേ എന്താ പറയുക, വേണോ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വണ്ടി എടുത്ത് ഓട്ടത്തിലായിരുന്നു. അങ്ങനെ അരുണേട്ടൻ അവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഇപ്പുറത്ത് നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറേ പേര് ഡ്രൈവിംഗ് അവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, കാറും ബൈക്കും ഒക്കെ ആയിട്ട്. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ അത്. ഇറങ്ങുന്നോ?
വെള്ളം നമ്മൾ വെള്ളത്തിൽ കൂടെ അമ്പടി ഓടോ ബാമ്പടി കിട്ടിയാ ബീച്ചിൽ ഇറങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനത്തിൽ നിന്ന് നമ്മൾ ലാസ്റ്റ് തീരുമാനം മാറ്റിയിരിക്കുന്നത് ഗൈസ്. നമ്മൾ ഫൈനലി ഇതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നല്ല വെയിലാണ് കേട്ടോ. ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് മടങ്ങാന്നുള്ള രീതിയായിരുന്നു. പക്ഷേ കുറച്ച് സമയം അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് നടക്കുമായിരുന്നു കേട്ടോ. അജേട്ടനും അമ്പാടിയും എന്താ വെള്ള ഡ്രസ്സിലൊക്കെ നിൽക്കുന്നുണ്ട്. ഞാനും ആക്ച്വലി വെള്ള എന്താ പറയുക ഒരു ഉടുപ്പൊക്കെ ഇട്ടതായിരുന്നു. പക്ഷേ ഞാനത് മാറ്റി. കാരണം അക്ഷനോട് കുറച്ചുകൂടി മാച്ച് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഡ്രസ്സ് മാറ്റിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ അപ്പൂസ് ഇതാ അങ്ങനെ വെള്ളം കണ്ടേ പിന്നെ അതിലൂടെ നടപ്പായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അധികം വെയിലില്ലാത്ത ഈ ഒരു പോർഷനിലോട്ട് കുറച്ച് മാറിയിരുന്നു. എന്നാലും വെയിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്പാടിക്കും അപ്പൂസിനൊക്കെയാണ് വെള്ളത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറി നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇതിലൂടെ നടന്നു കേട്ടോ. അത് അപ്പൂസ് അത് കടലിൻ്റെ വെള്ളത്തിലോട്ട് അങ്ങോട്ട് നടക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം അവിടുന്ന് കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ ഫൈനലി നമ്മൾ നേരെ വണ്ടിക്കകത്ത് കയറിയിട്ട് നമ്മൾ കോളേജിലോട്ട് പോവാണ് കേട്ടോ. നമ്മൾ നെട്ടൂർ കോളേജ് ഓഫ് നഴ്സിംഗിലോട്ട് പോവാണ്. അവിടെ ഇന്നിപ്പോൾ സൺഡേ ആണ്. അപ്പോൾ ക്ലാസ്സും കാര്യങ്ങളൊന്നും കാണത്തില്ല, ആളും മനുഷ്യനൊന്നും ഉണ്ടാവത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളിതാ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇനി നേരെ കോളേജിലോട്ട് പോവാണ്. അപ്പോൾ അക്ഷുവൊക്കെ കുറേ ഞാനിപ്പം എന്താ പറയുക നമ്മൾ പെർളശ്ശേരി അമ്പലത്തിലൊക്കെ പോകുമ്പോഴത്തേനാണെങ്കിലും ഞാനിവിടെ കോളേജിൻ്റെ ഇവിടെ ഫ്രണ്ടിലൊക്കെ വന്നിട്ട് ജസ്റ്റ് നോക്കി കണ്ടിട്ടൊക്കെയാണ് പോകാറുള്ളത്. പക്ഷേ അക്ഷു ഫസ്റ്റ് ടൈമാണ് നമ്മൾ കോളേജിൽ നിന്ന് പോയതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ അവളെ കൂട്ടി ഒന്ന് കോളേജിലോട്ട് പോകാമെന്ന് കരുതിയിട്ട് ചുമ്മാ ഒന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ അജേട്ടനും അരുണേട്ടനൊക്കെ ബാക്കിലുണ്ട്. അപ്പോൾ അരുണേട്ടനാണ് വീഡിയോ ഷൂട്ട് ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പതുക്കെ നടക്കുകയാണ് കോളേജിലോട്ട്. അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ പച്ചപ്പൊക്കെ ഈ ഒരു മരമൊക്കെ കുറച്ചും കൂടെ വിചലംബിച്ച പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അതായത് അവിടെ ഒരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ട് അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ നമ്മളിതാ നേരെ കോളേജിൻ്റെ ഫ്രണ്ടിലോട്ട് നടന്ന് അകലെയാണ്. ഇവിടെ ആളെയും മനുഷ്യനൊന്നും കാണാനില്ല കേട്ടോ. നമ്മളെ കോളേജിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് കോളേജിൻ്റെ ഹോസ്റ്റലും. അപ്പോൾ അവിടെയും ഞങ്ങൾ എന്താ പറയുക ഞാൻ 2 വർഷത്തിൻ്റെ മുകളിലോട്ട് ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ട്. പിന്നെ ഡേ സ്കോളറായിട്ട് വീട്ടിലും പോയിട്ട് അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ. ഹോസ്റ്റൽ ജീവിതവും ഡേ സ്കോളറൊക്കെ ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിവേസ് നല്ല ഒരു അടിപൊളി കോളേജാണ് ഇത്. തലശ്ശേരി നെട്ടൂർ ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതാ കോളേജിലോട്ട് പോവാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ആ ക്ലോക്കിൽ നോക്കിയാൽ സമയം ഏതാണ്ട് മനസ്സിലാവും. സമയം 2:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം വിശപ്പോ കാര്യങ്ങളൊന്നും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അറിയുന്നുണ്ടായിരുന്നില്ല. നമ്മൾ മുത്തപ്പൻ്റെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി പിന്നെ അവിടെ നിന്ന് കുറച്ച് മോരും വെള്ളമൊക്കെ കുടിച്ച് ഇറങ്ങിയതാണ്. പിന്നെ ഇപ്പോൾ ഇതുവരെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. കാരണം വിശക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഏതോ ലോകത്താണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി പോകുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. അങ്ങനെ കുറച്ച് സമയം അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി കണ്ട്. അപ്പോൾ അമ്പാടി എന്തോ മുണ്ടിൻ്റെ എന്താ പറയുക റെഡിയാക്കി കൊടുക്കാൻ പറഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് കുറച്ച് നേരം സംസാരിച്ചു. പണ്ടത്തെ ഓരോ കാര്യങ്ങളായവർക്കൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷയല്ല ഇങ്ങനൊരു വരത്തും ഇവിടെ എത്തിച്ചേരുന്നോ അല്ലെ കോളേജിൽ എന്താ പറയുക ആക്ഷനൊപ്പം ഇവിടെ ഒന്നായിട്ട് വന്ന് എന്താ പറയുക ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റുമെന്ന് ഒരു ജന്മത്തിൽ പോലും പ്രതീക്ഷയല്ല. പക്ഷെ എല്ലാം ഇട്ട് പെടിയുന്നായിരുന്നു കേട്ടോ. പിന്നെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഊഞ്ഞാലിൽ കയറിയ പിന്നെ ആടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ലാസ്റ്റ് അജേട്ടൻ്റെ ഇവിടെ ഒന്ന് ആട്ടിത്തരുമെന്ന് ചോദിച്ചപ്പോൾ ഏട്ടാ ഇത് ആട്ടിത്തരാണ്. അരുണേട്ടൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അടിച്ച് പൊളിക്കാണ് ഗൈസ്. നല്ലൊരു എന്താ പറയുക ഭയങ്കര നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. പക്ഷേ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷയല്ല. പക്ഷേ അത് എന്താ പറയുക കുറേ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു കോളേജിലൊക്കെ തിരിച്ചു വരുമ്പോൾ എല്ലാവരും കൂടെ വേണമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേരെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും ഇങ്ങനെ ഒരു മൊമെൻറ്റ് കിട്ടിയത് തന്നെ വലിയൊരു കാര്യമായിട്ട് തോന്നുന്നു കേട്ടോ. കാരണം ഒരിക്കലും പ്രതീക്ഷയല്ല ഇങ്ങനെ ഒരു കാര്യം എന്താ പറയുക അക്ഷനും ഫാമിലിയും ഒക്കെ തന്നെ മീറ്റ് ചെയ്യാൻ പറ്റുമത്. അപ്പം അങ്ങനെയൊക്കെയാണ്. അങ്ങനെ കുറച്ച് സമയം ഊഞ്ഞാലൊക്കെ ആടി. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ റീൽസിന് വേണ്ടതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ചുമ്മാ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് സമയം അവിടെ നിന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരുന്നതും എന്താ പറയുക അവിടെ ഇരുന്ന് കഴിച്ചതും ഇപ്പോഴത്തുള്ള ഓരോ വിശേഷങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടാണ് നടക്കുന്നത് കേട്ടോ. കോളേജിനൊന്നും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാലും ചെറിയ ചെറിയ കുഞ്ഞു മാറ്റങ്ങൾ അത്രയൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം എനിവേസ് ആരെയും കാണാൻ പറ്റിയില്ല. എന്നാലും പോലും നമുക്ക് കോളേജൊക്കെ ഒന്ന് കയറാൻ പറ്റി.
അപ്പോൾ ഇതൊക്കെ അജേട്ടനാണ് പ്ലാൻ ചെയ്തത് കേട്ടോ കോളേജിലോട്ട് വരണം എന്നുള്ളത്. അത് ഫുള്ള് ക്രെഡിറ്റ് ഏട്ടനാണ്. നമുക്ക് കോളേജിലൊക്കെ പോവാം. എന്നോട് തലേദിവസം പറഞ്ഞായിരുന്നു അക്ഷു വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് മുഴപ്പിലങ്ങാട് ബീച്ചിലും പോവാം, അതേപോലെ കോളേജിലൊക്കെ പോയിട്ട് ഒന്ന് കാണാലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തലശ്ശേരി ഒത്തിരി ഫേമസ് ആയിട്ടുള്ള കുഞ്ഞു ഹോട്ടലാണ് കേട്ടോ, നാഷണൽ ഹോട്ടൽ. പക്ഷേ അവിടെ ഫുഡ് കഴിക്കാൻ നല്ല തിരക്കാരെന്ന് തോന്നും. നമ്മളവിടെ ഫ്രണ്ടിലോട്ട് നിർത്തിയെങ്കിലും പറ്റില്ല എന്ന് തോന്നിയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഫൈനലി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എവിടെയാണെന്നറിയില്ല, കുന്നൂരാണ്. എവിടെയോ ഒരു റെസ്റ്റോറൻറ്റ് കണ്ട്. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് റെസ്റ്റോറൻറ്റൊക്കെ കുറവാന്ന് തോന്നുന്നു. അങ്ങനെ തലശ്ശേരിയിൽ നിന്ന് നമ്മൾ നേരെ മുഴപ്പിലങ്ങാട് നിന്ന് നേരെ ഇവിടെ ഇപ്പോൾ കുന്നൂരാണെന്ന് തോന്നുന്നു എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ അജേട്ടനും അരുണേട്ടനും കൂടെ വാഷ്റൂമിൽ പോയി. ഞാനും അക്ഷുവും 2 ചോട്ടാസും കൂടെ ഇവിടെ ഇരിപ്പുണ്ട്. ഭക്ഷണം കാണിച്ചില്ല എന്നുള്ള പരാതി തീർക്കാൻ വേണ്ടിയിട്ട് അവളെ എടുക്കാണ്. ഞങ്ങളിവിടെ ബിരിയാണി ഓർഡർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. വിശന്നിട്ട് വയ്യ. സമയം 3 മണി ഏതാണ്ടായി തോന്നുന്നു. ഇത് പലഹാരാണ്, നമ്മുടെ പഴംപൊരി ഇതൊക്കെ പോലത്തെ. മറ്റത് ചോറിന് കൂട്ടാണല്ലേ കുറച്ച് ഇതല്ല. അങ്ങനെ ഫുഡൊക്കെ വയറ് നിറച്ച് കഴിച്ചു. കല്ലുമ്മക്കായ 2 സ്ഥലത്തുനിന്ന് ഞങ്ങൾ പാർസൽ മേടിച്ചു കേട്ടോ. കാരണം അക്ഷുവിന് ഭയങ്കര ഫേവറേറ്റ് ആണ്. കാരണം അവിടെ നാട്ടിലൊന്നും ഇത് കല്ലുമ്മക്കായ ഇതൊന്നും കിട്ടത്തില്ല കേട്ടോ, ഞണ്ടും കിട്ടത്തില്ല എന്ന് തോന്നും. അക്ഷു പോവാണോടി? നീ എങ്ങോട്ടേക്കാ? എവിടെയാ അത്? അറിയാത്ത പോലെ ചോദിക്കുന്നു. പറയാൻ ഇഷ്ടപ്പെടൂലേ? അപ്പൂശേ ക്യാമറ എവിടെയാ? ഭയങ്കര ഇഷ്ടമാണ് ട്രെയിന്. ഇതാണോ കാച്ച?
കാറ്റ്. അമ്പാടിക്ക് പോണാ ചൂച്ചു വണ്ടിയില് നമുക്ക് പോവാലേ?